ഈശ്വര, വൈക ഒരുപാട് മുമ്പേ തന്നെ പല സൂചനകളും തന്നേച്ചതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എൻ്റെ ഈ ബുക്സ് ഒന്നും തുറന്നു നോക്കാണ്ടിരുന്നത്. സാറെന്തിവിടെ? ഞാൻ ദേവനെ കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ വൈരം സംസാരിക്കും. അയ്യോ വേണ്ട, അത് ബോയ്സിൻ്റെ ഹോസ്റ്റലല്ലേ? ഇല്ല, എന്നെ ഹോസ്റ്റലിലല്ല, തൊട്ടടുത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ഓ, ഫ്രണ്ട്സ് എന്തി? ഞാനിപ്പോൾ ദേവനോട് പറയാൻ പോണ കാര്യം തൽക്കാലം അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യണില്ലേ, അപ്പോൾ അവരെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നൊന്ന് പഠിച്ചോട്ടെ എന്ന് ഓർത്ത്. പിന്നെ ദേവനെ കണ്ടിത് പറയാൻ കാര്യം എന്നാലേ വൈകിയുടെ ലക്ഷ്യം കംപ്ലീറ്റ് ആവുള്ളൂ, അതുകൊണ്ടാണ്. എന്താടോ, എന്താ കാര്യം? പറയാനോണ്ടൊന്നും തോന്നരുത്. പല കാര്യങ്ങളും ദേവനും അച്ഛനും വൈകിയെ കുറിച്ച് മനസ്സിലാക്കിയത് ശരിയായിരുന്നില്ല. അന്ന് ദേവൻ പറഞ്ഞില്ലേ, വൈക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡെസ്പാവുന്ന ഒരു ടൈപ്പായിരുന്നെന്ന്. അത് ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ ജീവിതത്തിൽ എത്ര വലിയ കാര്യം വന്നാലും ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നൊരു ടൈപ്പായിരുന്നില്ല. കാരണം അവൾക്ക് അറിയായിരുന്നു ഈ ലോകത്ത് അവളുടെ അച്ഛനെ സ്വന്തം എന്ന് പറയാൻ വൈക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. സാറെന്താ പറഞ്ഞു വരുന്നത്? അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, വൈകിയുടെ ഒരു ലക്ഷ്യം സാധിക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അത് ദേവനെ വൈകിയുടെ ഹെയർ ഏൽപ്പിക്കുന്നത് മാത്രമായിരുന്നില്ല. അച്ഛൻ്റെയും ദേവൻ്റെയും മനസ്സിൽ വൈകിയെ കുറിച്ചൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു.